ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം നേടണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമില്ലാത്തതായിട്ട് ആരും ഇല്ലയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനും നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സൂപ്പറായിട്ട് നടക്കാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ്സാണ് ഹെയർ ആക്സസറീസ് ബിസിനസ്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് പൈസയൊന്നും നമുക്ക് ആദ്യമേ ചിലവാക്കാണ്ട് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഹെയർ ആക്സസറീസ് ബിസിനസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പതുക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ചാനലിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് വീഡിയോസ് കിട്ടും കേട്ടോ. ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു ബിസിനസ്സായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കുട്ടി ഹെയർ ബോയ് ആണ് പരിചയപ്പെടുത്തി തരുന്നത്. സാറ്റിൻ്റെ കവറിങ് ഹെയർ ബോ വെച്ചിട്ട് സെയിം സാറ്റിൻ്റെ 1/2 ഇഞ്ച് റിബൺ വെച്ച് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബോ ചെയ്തെടുക്കുന്നത് നോക്കാം. ഒട്ടും അറിയില്ലാത്തവർക്ക് പോലും ഈ ഒരു സംഭവം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മോഡലുമാണ്. നിങ്ങൾ ചിലപ്പോൾ ഇത് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടാവും ഇതേ മോഡൽ, പക്ഷേ എപ്പോഴും നമുക്കത് സെയിൽ ആവുന്ന ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ. സെയിം തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് റിബൺ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റിബൺ എന്ന് പറയുന്നത് സാറ്റിൻ റിബൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇളകി പോരാത്ത ഏത് പശയും വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം കേട്ടോ. കൂടുതലും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് B7000 തന്നെയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇളകി പോവില്ല എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുത്താൽ പിന്നെ കുറച്ച് അലങ്കോല പരിപാടികൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ചെയ്ത് കൊടുക്കാം. സ്വീക്വൻസോ ബീഡ്സോ സ്റ്റോണോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയാണ്. എപ്പോഴും നമുക്ക് കയ്യിൽ കുറച്ച് പൈസ നേടിത്തരുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ.